പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ മാസമാണല്ലോ മെയ് മാസം. ഈ മെയ് മാസത്തിൽ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് ഇനിയുള്ള ശനിയാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ദേവാലയത്തിൽ പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയും രോഗശാന്തി പ്രാർത്ഥനയുമുണ്ട്. സാധിക്കുന്ന മക്കൾക്ക്, പറ്റാവുന്ന മക്കൾ വന്ന് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് തലേ ദിവസം വന്ന് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ ഒരുക്കുന്നതാണ്. നേരത്തെ മുൻകൂട്ടി വിളിച്ചു പറയുന്നവർക്കാണ് അങ്ങനെ ഒരുക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ വേദനകളും ഞാൻ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. ഇവിടെ കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തനമുള്ള ഒരു പള്ളിയാണിത്. പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന വലിയ അഭിഷേകം ഈ ദേവാലയത്തിനുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളെ പറ്റുന്ന എല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുക. ഏത് തടസ്സമാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, കല്യാണ തടസ്സങ്ങൾ, വിസയുടെ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ നിങ്ങൾ സുവിശേഷ വേലയിലാണ് പങ്കുചേരുന്നത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പരിശുദ്ധ അമ്മയിലൂടെ നടക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു, കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറുന്നു, വിസയുടെ തടസ്സങ്ങൾ വിട്ടുമാറുന്നു, കടബാധ്യതകൾ മാറുന്നു, ബാങ്ക് ലോൺ അടക്കാനുള്ള മാർഗം തെളിഞ്ഞു കിട്ടുന്നു, കച്ചവട തടസ്സങ്ങളുടെ മേലുള്ള ബന്ധനം, തൊഴിൽപരമായിട്ടുള്ള മേഖലയിലുള്ള തടസ്സങ്ങളെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ കർത്താവ് എടുത്തു മാറ്റുന്ന അത്ഭുത ദേവാലയത്തിലാണ്. അതോടൊപ്പം തന്നെ പിശാചിന്റെ പീഡകൾ, നിരന്തരമായ കലഹങ്ങളിലൂടെ, നീരുവീഴ്ചയിലൂടെ, ശരീരവേദനകളിലൂടെ, അപകടങ്ങളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, അസൂയകളിലൂടെ, കണ്ണുവയ്ക്കലുകളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള പൈശാചിക പീഡകളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ദേവാലയത്തിൽ ആ ശുശ്രൂഷകളിലൂടെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ആ മേഖലകളിലെല്ലാം കർത്താവ് ഇടപെടുകയും അത്ഭുതകരമായിട്ടുള്ള വിടുതൽ നൽകുന്നുണ്ട്. കിഡ്നി രോഗികളെ കർത്താവ് ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലിവർ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കുക. അടിവയറ്റിലെ വേദന, വയറ്റിനുള്ളിലെ പുണ്ണ്, വൻകുടലിലെ മുറിവുകൾ, അതുപോലെ തന്നെ മൂത്ര സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെ കർത്താവ് ഈ മേഖലകൾ മെസ്സേജ് തന്നുകൊണ്ടിരിപ്പുണ്ട്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അത്തരത്തിലുള്ള പീഡകളുടെ മേൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നെഞ്ചിലിങ്ങനെ കഫം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, വിട്ടുമാറാത്ത കഫക്കെട്ട്, ചുമ, ശ്വാസതടസ്സം, അപസ്മാരം, നെഞ്ചു കുത്തിയുള്ള വേദന, തൊണ്ടവേദന, കഫക്കെട്ട്, തൊണ്ടയിലെ കഫക്കെട്ട്, ശബ്ദമടച്ചില്, ഈശോ എടുത്ത് മാറ്റാനായിട്ട് കർത്താവ് റെഡിയായിട്ട് നിൽപ്പുണ്ട് മക്കളെ. കാരണം ഇത് മരുന്ന് കഴിച്ചിട്ട് മാറാതെ വരുമ്പോൾ ഇതൊരു പൈശാചിക പീഡയാണ്. ഇത് ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം കടന്നു വരുന്നു. അപ്പോൾ ഈ മേഖലകളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇറങ്ങി വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്ന വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 17-18 വചനങ്ങളാണ്. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ്റെ വലത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനുമായിരുന്നു. എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്.
പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാൻ ശ്ലീഹായ്ക്ക് ലഭിച്ച ഈ വെളിപാടുകള് നമുക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പില് ലോക സാഷ്ടാംഗം വീഴുമ്പോഴേ ഞാൻ ആദിയും അന്തവുമാണ്, ഭയപ്പെടേണ്ട, ജീവിക്കുന്ന ദൈവമാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെ താക്കോലുകള് കർത്താവായ യേശുവിന്റെ കയ്യിലാണ്. ആ അധികാരം ഉപയോഗിച്ചാണ് മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയെ നാം ഒരുക്കുന്നത്. നമുക്കിപ്പോഴ് എഴുന്നേറ്റ് നിന്നോ അല്ലെ സാധിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തുതിച്ച മക്കളെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അത്യുന്നതന്റെ ആത്മാവേ, ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ എഴുന്നള്ളി വരണമേ. എല്ലാവരും പിതാനുപുത്രനും വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കുരിശു വരച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. In the name of the Father, and of the Son, and of the Holy Spirit. In the name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the archangels and Michael, and through the intercession of all the angels and saints, with the grace conferred on me through the sacrament of priestly ordination, I hereby rebuke, command every spirit of darkness and oppression, obsession, affliction, every spirit which causes any kind of sickness or problem in the life of these persons, to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion, death and resurrection, take control over you and send you to the outside darkness. In the name of Jesus, the Son of God, I challenge every spell and work of darkness, and I further command you, Satan and satanic powers, to go to the feet of Jesus Christ, to be bound forever and never to return. Let the precious blood of Jesus cover all these people and protect them from all snares of devil through the deliverance of Heavenly Father. Let these persons experience the fullness of Jesus' redemption and glorify your name now and forever. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Hallelujah, hallelujah. അത്ഭുതകരമായ പവർ അനോയിന്റിംഗ് നടക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്താൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലുകളാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ നെഗറ്റീവ് എനർജികൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേലുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്താൽ ഈ നിമിഷം നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന നിങ്ങളെല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കണം. ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് വയനാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും പള്ളിക്കുന്ന് പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു. പള്ളിയുടെ മുമ്പിൽ കല്ലെടുത്ത് കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ സങ്കടങ്ങളൊക്കെ ചുമന്ന് പള്ളിയുടെ മുൻപിൽ വെച്ച് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവായ ഈശോ എഴുന്നള്ളിയിരിപ്പുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അത്ഭുത തിരുസ്വരൂപമുണ്ട്. ജഫ്രീനോ അച്ഛൻ ലൂർദിൽ നിന്ന് കൊണ്ടുവന്ന പള്ളിക്കുന്ന് മാതാവിൻ്റെ, ലൂർദ് മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.